ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ. തുടക്കത്തിൽ എല്ലാവരാലും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലെയിൽ കപ്പടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ്. പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയായിരുന്നു. അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകവും. ഇപ്പോഴിതാ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളിൽ താരം പ്രതികരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്ക് ഷോയുടെ അധികൃതർ പ്രത്യേക അജണ്ട തയ്യാറാക്കി നൽകുന്നു എന്നുള്ള പ്രചാരണമൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് ജിൻഡോ പറയുന്നത്. അത്തരമൊരു അജണ്ടയും അവിടെയില്ല. ഡയറക്ടർമാർ കാര്യങ്ങൾ പറയുമെന്നൊക്കെ ആയിരുന്നു ചിലരൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നേരത്തെ അവിടെ പോയ പല ആളുകളെയും എനിക്കറിയാമായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കവിടെ 100 ദിവസം നിൽക്കാൻ സാധിക്കുമെങ്കിൽ കപ്പടിക്കാനും സാധിക്കുമെന്നും സുഹൃത്തുക്കളായ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ പറഞ്ഞിരുന്നു. 100 ദിവസം നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും അവർ പറഞ്ഞിരുന്നുവെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വിഷയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ ബിഗ് ബോസ് ഷോയിൽ കയറിപ്പറ്റാം എന്ന് വിചാരിക്കുന്നതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയേ വേണ്ട. ആരായാലും അത്രയും നല്ല മത്സരാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ഇത്തവണത്തെ 25 പേരെ നോക്കേ, അതിൽ ആരെങ്കിലും മോശമാണെന്ന് പറയാൻ സാധിക്കുമോ? ആദ്യ ആഴ്ച പുറത്തായ രതീഷ് ചേട്ടനെ എടുത്തു നോക്ക്, അദ്ദേഹം മോശമാണെന്ന് പറയാൻ സാധിക്കുമോ? എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്. ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. നമ്മുടെ ആരാധകർ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൂടുതലായി കാണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കാണിക്കാത്തതായിട്ടോ തോന്നും. അങ്ങനെയാണ് ഓരോ മത്സരാർത്ഥിയുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. 1.5 മണിക്കൂറിൽ പുറത്തുവിടാൻ കഴിയുന്നത് അവർ വിടുന്നു. അല്ലാതെ കൂടുതൽ കാണണമെങ്കിൽ ലൈവ് കാണണമെന്നും ജിൻഡോ പറയുന്നു. ബിഗ് ബോസ് വലിയ രീതിയിൽ എഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഷോ അല്ല. നമ്മൾ അവിടുന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഏതെങ്കിലും രീതിയിലൊക്കെ പുറത്തു വരും. പുറത്ത് 10-15 ക്യാമറകളെ കാണാൻ സാധിക്കുമെങ്കിലും 75-ലേറെ ക്യാമറകൾ അവിടെയുണ്ട്. എപ്പോഴും എപ്പിസോഡുകൾ കണ്ട് വന്നതിന് ശേഷം ഞങ്ങളോട് സംസാരിക്കുന്നയാളാണ് ലാലേട്ടൻ. എപ്പിസോഡ് കാണാതെ അദ്ദേഹം വരില്ല. ലാലേട്ടനെ പോലെ ഉള്ള ഒരാൾ എല്ലാ ആഴ്ചയും അവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡുകളും അദ്ദേഹം കാണാറുണ്ടെന്ന് ഉറപ്പാണ്. അല്ലാതെ ഞങ്ങളോട് ഓരോ കാര്യത്തെക്കുറിച്ചും ചോദിക്കാനാവില്ലെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു.